കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ പഠനം അനേകരുടെ ആത്മിക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് ദൈവവചന പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിലൂടെ കർത്താവിൻ്റെ ഉപദേശങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. നമുക്ക് 23-ാം അധ്യായത്തിൽ നമ്മൾ ലോകത്തിലെ ഏത് മതവും ഇന്ന് ക്രിസ്തു മതം എന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ പ്രചരിച്ചിരിക്കുന്ന ആ മതവും ക്രിസ്തുവും തമ്മിലുള്ള അകലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, ഒരു പരീശ മതം എങ്ങനെ ഉണ്ടാകുന്നുവെന്നും ആ പരീശ മതം എങ്ങനെ മറ്റുള്ളവരെ അടിമകളാക്കി മാറ്റുന്നു എന്നുള്ളതുമാണ്. അവിടെ കർത്താവ് പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറയുകയാണ്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നതുകൊണ്ട് അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ. അപ്പോൾ എന്താണോ മോശയുടെ പ്രമാണം എന്നുള്ളത്, ഈ ആളുകൾ പീഠത്തിലിരുന്ന് സംസാരിക്കുന്ന അധികാരത്തോടെയാണ്, ഇപ്പോൾ പുരുഷാരത്തോടും കൂടെയാണ് പറയുന്നത്, ഇത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. കാരണം ന്യായപ്രമാണം എന്ന് പറയുന്നത് നമുക്ക് അനുസരിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ അനുസരിക്കാമെന്നുള്ളതിലേക്ക് നമ്മൾ പിന്നീടാണ് വരുന്നത്, ഈ രക്ഷയുടെ ശേഷമാണ് വരുന്നത്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പഴയ നിയമത്തിലെ ഒരു വിസിബിൾ പ്രമാണം പോലും പറയുന്നത് പോലെ ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്ന ആൾക്കാരും ചെയ്യുന്നില്ല എന്നുള്ളൊരവസ്ഥ അന്നേ ഉണ്ടായിരുന്നു. ഹിപ്പോക്രസി എന്ന് പറയുന്നത്, കപടഭക്തി എന്നുള്ളൊരു വാക്കാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പറയുന്നത് പോലെ ചെയ്യുവാൻ അന്ന് പഴയ നിയമത്തിലെ വ്യവസ്ഥകളനുസരിച്ച് പോലും സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ വന്നു കഴിയുമ്പം പറയുന്നത് പോലെ ചെയ്യുന്ന ആരും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ പറയുന്നത്, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ, അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ഗിരിപ്രഭാഷണത്തിലെ എല്ലാ കൽപ്പനകളും അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, ഇതെല്ലാം അനുസരിച്ചേ പറ്റൂ, ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കാതിരുന്നാൽ നമ്മൾ നരകത്തിൽ പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു എടുത്താൽ പൊങ്ങാത്ത ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു രഹസ്യം അറിയാമോ? ആ പറയുന്നയാൾ ഇതിലൊരു കൽപ്പന പോലും അനുസരിച്ചിട്ടില്ല എന്നുള്ള രഹസ്യം. ഇതിലൊന്നും ആരും അനുസരിച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ പരീശന്മാരുടെ മതത്തിൻ്റെ പ്രത്യേകത. നിങ്ങളോട് ഇത് അനുസരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറയുന്നയാൾ ഒരു കൽപ്പന പോലും, അതായത് ഈ സർമൺ ഓൺ ദ മൗണ്ട് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പന പോലും അനുസരിച്ചിട്ടില്ല. അത് തന്നെയല്ല, ഏതെങ്കിലും ഒരെണ്ണം അനുസരണക്കേട് കാണിച്ചാൽ പോലും ആൾ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പരീശ മതത്തിൻ്റെ ഒരു പ്രത്യേകത, അത് കേൾക്കുന്നവർക്കെല്ലാം വളരെ ഘനമുള്ളതും അത് പറയുന്നവർക്ക് വളരെ ലളിതവുമാണ്. കാരണം അവരത് അനുസരിക്കുന്നില്ല. അത് വലിയ ചുമടുകൾ അവരുണ്ടാക്കി ജനങ്ങളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ന് ആ വലിയ ഭാരം ചുമക്കാൻ പറ്റാതെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇത്രയും വലിയ ഭാരം എടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള നിരാശയിൽ നിന്നാണ്. ഈ എടുത്തു പൊക്കിയില്ലെങ്കിൽ ദൈവം നിങ്ങളെ തള്ളിക്കളയും എന്നുള്ളൊരു ഉപദേശം വരുന്നത് കൊണ്ടും ഈ കഠിനമായ ഉപദേശങ്ങളെ മറ്റുള്ളവരുടെ തലയിലേക്ക് വയ്ക്കുന്നത് കൊണ്ടും എല്ലാവരും ഭാരം ചുമന്ന് അസ്വസ്ഥരാകുന്നതല്ലാതെ ആരും രക്ഷപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇത് പറയുന്നയാൾ ഇതിനകത്ത് ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കർത്താവിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പലതും ഇവരാരും പറയുകയോ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. അതും കർത്താവിൻ്റെ കൽപ്പനകൾ തന്നെയല്ലേ, കർത്താവിൻ്റെ കൽപ്പനകൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ ഒരു വഞ്ചന, ഈ ഒരു ഹിപ്പോക്രസി, ഈ സ്റ്റേജിൽ നിൽക്കുന്നവർ അവർ നീതിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഇതെല്ലാം അനുസരിക്കുന്നവരാണെന്നും അവർ വിശുദ്ധരാണെന്നും അവർ തെറ്റും ചെയ്യുന്നില്ല എന്നും നിങ്ങളോട് അവർ പറയാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ, ഞാൻ സ്റ്റേജിൽ കയറി നിന്ന് വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യുന്നു നരകത്തിൽ പോകും, നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതിന് കാരണം എന്താണ്? നിങ്ങളത് ചെയ്യരുത്, കാരണം ഞാനത് ചെയ്യാതെയാണ് ജീവിക്കുന്നത്, ഞാൻ ക്ലീനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമം കൂടിയാണ് ഈ മോറൽ ഉപദേശങ്ങളെന്ന് പറയുന്നത്. അത് ഒരു പടി കടന്ന് സ്ത്രീയെ മോഹിക്കുന്നതിന് വേണ്ടി അവളെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്തു പോയി. അതായത് വിത്ത് എ ഡിസയർ ടു കമ്മിറ്റ് അഡൽട്ടറി, യു ആർ ലുക്കിംഗ് അറ്റ് എ വുമൺ, യു ആർ ഡൺ അഡൽട്ടറി, യു ആർ കമ്മിറ്റഡ് അഡൽട്ടറി ഇൻ യുവർ ഹാർട്ട്. അതായത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അഡൽട്ടറി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ നോക്കുക, അതായത് മോഹം ഉണ്ടാകുന്ന രീതിയിൽ നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ജഡമോഹങ്ങൾ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ
അത് വ്യഭിചാരമാണ് എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴേക്കും ഈ എടുത്താൽ പൊങ്ങാത്ത ഭാരം നമ്മുടെ മേൽ വയ്ക്കുന്ന ആളുകൾ തന്നെ ഇതിലെല്ലാം കുറവുള്ളവരായി, സഹോദരനെ നിസാരാന്ന് വിളിക്കുന്നവൻ, മൂടാന്ന് വിളിക്കുന്നവൻ, അങ്ങനെ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? വലിയ ഭാരം എടുത്തവർ നമ്മുടെ തലയിൽ വയ്ക്കുകയും അവരിതൊന്നും തൊടാതിരിക്കുകയും ചെയ്യുന്ന ഹിപ്പോക്രാറ്റുകളുടെ ഒരു ലോകമാണ് മതലോകം. മതം എന്ന് പറയുന്ന മുഴുവൻ കപടഭക്തിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, പലപ്പോഴും ഞാൻ ഈ പല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, അവരെന്താണോ ചെയ്യാത്തത് അത് തന്നെയാണ് അവർ പ്രസംഗിക്കുന്നത്. ചില ആൾക്കാർ പറയാറുണ്ട്, ഇങ്ങനെ പറയാറുണ്ട്, രാഷ്ട്രീയം തെറ്റാണ്, രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, രാഷ്ട്രീയത്തിൽ മത്സരിക്കരുത് എന്ന് പറയുന്ന ആളുകൾ തന്നെ രാഷ്ട്രീയത്തിൽ മത്സരിച്ച് ജയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മറ്റുള്ളവരെ മത്സരിക്കരുതെന്ന് ഉപദേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ചുറ്റുമുള്ള നീതി, മനുഷ്യനീതിയുടെ മത്സരങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ ഭാരം ചുമപ്പിക്കുക എന്നുള്ളതാണ്. ഒരു മതപരമായ ഭാരം വേറൊരാളുടെ മുകളിൽ വെച്ചേൽപ്പിക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ആഭരണ നിയമം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൻ പുറത്ത് ഒത്തിരി സഭകളിലുള്ള ഒരു കാര്യമാണ്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഭരണം ധരിക്കരുത് എന്നുള്ള നിയമം. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു വിശ്വാസത്തിൽ ജനിച്ച് വളർന്ന് പാരമ്പര്യ സഭകളിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ അതവർക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല. കാരണം ഒരു യാക്കോബായിന്നോ ഓർത്തഡോക്സിന്നോ ഒക്കെ വരുന്ന ആൾക്ക് അവരുടെ വിവാഹത്തിൻ്റെ അടയാളമായ താലിയും മോതിരവും ഒക്കെ ഊരിക്കളഞ്ഞിട്ട് ചെന്നാലും അവർ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. എന്നാൽ ഹൈന്ദവ വിശ്വാസത്തിൽ അങ്ങനെയല്ല. താലി പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹബന്ധം വേർപെടുത്തിയതിന് തുല്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്, ആ മതത്തിലെ വിശ്വാസികൾ കരുതുന്നത്. അപ്പോൾ ഭാര്യ വിശ്വാസിയായി താലിമാല പൊട്ടിച്ചു കഴിയുമ്പോഴേക്കും ഭർത്താവ് നോക്കുമ്പോൾ ആ കല്യാണം പൊട്ടിച്ചു കളഞ്ഞായിട്ട് തോന്നുന്നു. അത് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നമ്മളെടുത്ത ആ പെൺകുട്ടിയുടെ തലയിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി അത് ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ കൃപകളിലൊന്നും പങ്കെടുക്കാൻ ആ കുട്ടിക്ക് കഴിയുകയുമില്ല. അപ്പോൾ ശരിക്കും ഒരാൾ വിവാഹബന്ധം വേർപെടുത്തി വരണമെന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ വിശ്വാസികൾ, ഇന്ന് വിശ്വാസികൾ വലിയൊരു പങ്കിനെക്കുറിച്ച് സംബന്ധിച്ച് ഇതൊരു വലിയ ഭാരമല്ലെങ്കിലും അവിശ്വാസികളുടെ ഇടയിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച്, അവരുടെ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് അവർക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരം തന്നെയാണ്. ഇത് ഇങ്ങനെയുള്ള അനേകം നിയമങ്ങൾ, മറ്റുള്ളവരുടെ മേൽ ഭാരമാകുന്ന നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് പരീശന്മാരെപ്പോഴും നീതി അഭിനയിക്കുന്നത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും നീതിപ്രവൃത്തി ചെയ്താൽ അവർ മനുഷ്യർ കാണേണ്ടതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് രണ്ടുപേരും അറിഞ്ഞിരിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ട്. നമ്മൾ സഭയിൽ എന്തെങ്കിലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്റർ ഒരു വാക്ക് നന്ദി പറയണം. എന്നാൽ ഒരു വാക്ക് നന്ദി ആ ബ്രദർ അല്ലെ പാസ്റ്റർ പറഞ്ഞില്ലല്ലോ എന്ന്. കാരണം വി നീഡ് ടു ഗ്ലോറിഫൈ അവർ നെയിം. നമ്മുടെ നാമം വാഴ്ത്തപ്പെടണമെന്നുള്ളത് ഏത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്, ഒരു എക്സിസ്റ്റൻഷ്യൽ ഡിസയറാണ്. എൻ്റെ നാമം ഉയർത്തപ്പെടണം, എന്നെ നീതിമാൻ എന്ന ആളുകൾ വിളിക്കണം. അപ്പോൾ ഞാൻ അനീതിക്കെതിരെ ഘോരം സംസാരിക്കുമ്പം ആൾക്കാരെന്നെ എന്തെന്ന് വിളിക്കുന്നത്, ആ മനുഷ്യൻ എത്ര ആവേശത്തോടു കൂടിയാണ് നീതിക്ക് വേണ്ടി സംസാരിക്കുന്നത്, അയാൾക്ക് ഈ അനീതി ഒന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നാട്ടുകാർ ചിന്തിച്ചോളും. ഇപ്പം ഞാൻ പെന്തക്കോസ്തിലെ കപടങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു, കേൾക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുന്നത്, ഇതാ കപടമില്ലാത്ത ഒരാൾ വന്ന് കപടതയെ ആക്രമിക്കുന്നു. പക്ഷേ ആ കേൾക്കുന്നവർ മനസ്സിലാക്കുന്നില്ല, പറയുന്നയാൾ മനസ്സിലാക്കുന്നില്ല, എല്ലാവരിലുമുള്ള ആദാമിക കപടത്വം അവരിലും ഇവരിലും എല്ലാവരിലും ഉണ്ടെന്നും നമ്മുടെ മോറൽ ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഇവർ രക്ഷപ്പെടില്ലെന്നും ഇതെല്ലാം ഭാരമായി വരികയാണ് എന്നും അവരറിയുന്നില്ല. അതുപോലെ തന്നെ ഈ സൽപ്രവൃത്തികൾ ചെയ്തു സൽപ്രവൃത്തികൾ കൊണ്ട് നല്ലവരാകാൻ ശ്രമിക്കുന്നവരും ഇങ്ങനെ തന്നെയാണ്. അവരുടെ വിരൽ കൊണ്ട് പോലും അവർ തൊടാത്ത നീതികളെ ആകെ അവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ വിളങ്ങാൻ വേണ്ടി മാത്രമാണ്. അവർ തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു, അവരുടെ വസ്ത്രധാരണത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുന്നു, അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. അപ്പോൾ എവിടെ ചെന്നാൽ ആദ്യത്തെ സീറ്റ് വേണം, പുറകത്തെ സീറ്റ് ഇരിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. കല്യാണത്തിന് നിങ്ങൾ സ്റ്റേജ് കണ്ടിട്ടുണ്ടോ? ഒരു കല്യാണത്തിൻ്റെ സ്റ്റേജിൽ നിരന്നിരിക്കുന്ന പാസ്റ്റർമാർ കണ്ടു, ഒരു 15-20 പേര് സ്റ്റേജിൽ. എന്തിനാണ് ഈ രണ്ടുപേരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇത്ര ആൾക്കാർ സ്റ്റേജിൽ പോയിരിക്കുന്നത്? ആ ആൾ ആവശ്യം വരുമ്പോൾ മുമ്പോട്ട് വന്നാൽ പോരെ, 1-2 പേര് ഇരുന്നാൽ പോരെ? അങ്ങനെ ചോദിക്കരുത്. ആ സീറ്റിൽ ഇരിക്കുന്ന ഒരു അവകാശം പോലെയാണ്. അത് നടുക്കത്തെ സീറ്റിലിരിക്കുന്ന ആളാണ് പ്രധാന ആൾ. ആ കുറഞ്ഞു അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരും. അപ്പോൾ ഈ മുഖ്യ ആസനം കിട്ടുന്നവൻ്റെ സന്തോഷം പറയാനില്ല. ഇത് പരീശന്മാരുടെ ആ പുറമേയുള്ള നീതിയുടെ ഒരു പ്രത്യേകതയാണ്. ക്രിസ്തു ഇല്ലാത്ത നീതിയുടെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും നല്ല സീറ്റ് അന്വേഷിക്കുന്നൊരു സ്വഭാവം. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ പുകഴ്ച ആഗ്രഹിക്കുന്ന ഒരു റിലീജിയൻ. അപ്പം ഈ പരീശന്മാർ അനേകം ക്വാളിഫിക്കേഷൻസാണ് കർത്താവോട് പറയുന്നത്. അതിനെ ക്വാളിഫിക്കേഷൻസ് എന്ന് വിളിക്കുന്നത് ശരിക്കും ശരിയല്ല. നമുക്ക് വേണമെങ്കിൽ അടയാളങ്ങൾ എന്ന് പറയാം. ഒരു പരീശൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്?
അവർ മറ്റുള്ളവരെ കഠിനമായ ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ സഭയിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് ബ്രദറെ. കേൾക്കുമ്പോൾ ബൈബിളിലുള്ളൊന്നും ആയിരിക്കില്ല. സ്ട്രിക്ട്നെസ് എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന ഒരു സ്ട്രിക്ട്നെസ്സാണ്. ഓക്കെ, അത് ഖനമുള്ള ചുമടെടുത്ത് വെക്കും. അതാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ് മനുഷ്യർ കാണേണ്ടതിന് സൽപ്രവൃത്തികൾ ചെയ്യും. ഇത് പരീക്ഷന്മാരുടെ പ്രത്യേകതയാണ്. അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വേറൊരാൾ അറിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഞായറാഴ്ച ഇരുന്നിരുന്ന അമ്മമാർ സാക്ഷ്യം പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവാസത്തോടുകൂടി ഇരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരാശ്വാസമാണ്. അവർ രഹസ്യത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം പരസ്യമാക്കി അതിൻ്റെ ആദരവ് പിടിച്ചു പറ്റി. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർ പറയും, ആണോ 3 ദിവസം ഉപവസിക്കാൻ പറ്റിയല്ലേ, ഓ ദൈവത്തിന് സ്തോത്രം എന്ന് പറയും. അപ്പം പുകഴ്ച, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞെങ്കിലും പുകഴ്ച ഇയാൾ കൊണ്ടുപോകും. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത് മറ്റുള്ളവരുടെ മുകളിൽ വയ്ക്കുന്ന ഖനം, മറ്റൊന്ന് മറ്റുള്ളവർ മുമ്പേ മറ്റുള്ളവരാൽ വിളങ്ങാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ. മൂന്നാമത് ഈ വസ്ത്രധാരണത്തിനുണ്ടാകുന്ന പ്രത്യേകതകൾ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, നമ്മൾ വിശ്വാസികളൊന്ന് വേർതിരിച്ചറിയുന്നത് ആവശ്യമാണ്, അതുകൊണ്ട് എല്ലാവരും വെള്ളവസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണം, അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വിശ്വാസിയെ കാണാം. അപ്പോൾ വിശ്വാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വസ്ത്രധാരണം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു റിലീജിയൻ. ഇപ്പം പാസ്റ്റർമാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അവർക്കെല്ലാം ഒരു പ്രത്യേകതരം വസ്ത്രമുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഒരു സാധാരണക്കാരനായവർ മാറുന്നത്? ഒരു സാധാ ഷർട്ടും, നമുക്ക് പൗരോഹിത്യം ഇല്ലെന്നാണല്ലോ പറയുന്നത്, ഒരു സാധാ ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് ഇവർ വരുന്നത് സങ്കല്പിച്ച് നോക്കിയേ. ഇറ്റ്സ് അൺതിങ്കബിൾ. കാരണം നമ്മൾ ആ മന്ത്രപ്പെട്ട വലുതാക്കി, വീതിയാക്കി, തൊങ്ങൽ വലുതാക്കുന്ന, അതിൻ്റെ ഞൊറിവുകൾ വലുതാക്കുന്ന ആ ഒരു അഭ്യാസം, അത് എത്ര വർഷം കഴിഞ്ഞാലും ഈ പരീക്ഷൻ്റെ ഉള്ളിൽ നിന്ന് പോവുകയില്ല. ആ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകത ഇത്. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, പെന്തക്കോസിലെ ആൾക്കാർക്ക് ഒരു കുപ്പായം ആവശ്യമാണ്. കുപ്പായം പുറത്തില്ലെന്നേ ഉള്ളൂ, ഹൃദയത്തിൽ പണ്ടേ വീണ് കഴിഞ്ഞു. ഈ പുറമേ ഇടുന്ന കുപ്പായം തന്നെ ഇപ്പോൾ ഇറങ്ങി ജൂബയുടെ ഇറക്കം മുട്ടിന് താഴോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ഒരടിയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ കുപ്പായമായിട്ട് മാറും. അതൊരു അധികാര ചിഹ്നം പോലെയാണ്. ആ വെള്ളവസ്ത്രം തന്നെയാണ് അനേകരെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പൗരോഹിത്യ കുതന്ത്രങ്ങളുടെ അടിസ്ഥാനം. ഇത് നീണ്ടു വരികയാണ്. ഇപ്പോൾ ഈ പൗരോഹിത്യം നമ്മളെ ഗ്രസിക്കുന്നത് പ്രത്യേകമായ വസ്ത്രധാരണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില സഭകളുടെ പാസ്റ്റർമാർ ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് ഇൻസേർട്ട് ചെയ്യാതെ പോകും. എന്നാൽ വേറൊരു സഭയുടെ പാസ്റ്റർമാരെല്ലാവരും അവരെ കാണുമ്പോഴേ ദൂരം അവർ ഇൻസേർട്ട് ചെയ്താൽ വരുന്നത്. അപ്പോൾ അതിനെല്ലാം യൂണിഫോം ഉണ്ട്. ഇതിനെല്ലാം കറക്റ്റ് യൂണിഫോം പാറ്റേൺസും ഇവരിന്ന് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇങ്ങനെ ആയി വരുന്നതാണ്. നമ്മൾ പരീക്ഷന്മാരായി വരുന്തോറും നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും. ഞാൻ അവനെ പോലെയല്ല. പരീക്ഷന് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പരീക്ഷന് എന്താ പറഞ്ഞത്? ഞാൻ അവനെ പോലെയല്ല, ഞാൻ സ്പെഷ്യലാണ്. അപ്പോൾ ഈ വസ്ത്രധാരണത്തിൽ ആ സ്പെഷ്യൽ ഒന്ന് കാണിച്ചാൽ കൊള്ളാം എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഈ വെള്ള വസ്ത്രമൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശുദ്ധനാണെങ്കിൽ വെള്ള വസ്ത്രവും വെള്ള പാൻറ്റും ആയിരിക്കും, അല്ലെങ്കിൽ മുണ്ടായിരിക്കും. എന്നാൽ അത്രയും വിശുദ്ധി ഇല്ലെങ്കിൽ ഒരു കറുത്ത പാൻറ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വസ്ത്രധാരണത്തിലുള്ള പ്രത്യേകതകളാണ് പിന്നെ പരീക്ഷന്മാരുടെ വേറൊരു അടയാളം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒന്ന്, മറ്റുള്ളവരുടെ മുമ്പിൽ മുകളിൽ വയ്ക്കുന്ന ചുമട്. മറ്റൊന്ന്, മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി ചെയ്യുന്ന സൽപ്രവൃത്തികൾ. 3, വസ്ത്രധാരണം പോലുള്ള കാര്യങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന മതാത്മകത. ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകൾ എന്നൊരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം. ഇതും പരീക്ഷന്മാരുടെ പ്രത്യേകതയാണ്. നമുക്കൊരു കോമൺ മാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു സാധാരണ വസ്ത്രധാരണത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ അവർ ഒരു ദൈവദാസനല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പരീശത്വത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്യം വായിക്കുമ്പം എനിക്കിത് കാത്തലിക്സൊക്കെ ഇങ്ങനെയാണല്ലോ എന്നുള്ള വേദന ഉണ്ടായത്. യാക്കോബക്കാർ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ചത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ മതങ്ങളിലും ഈ വ്യവസ്ഥകൾ തന്നെയാണ്. എല്ലാ മതങ്ങളുടെയും ലക്ഷണങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. അവരുടെ ഉദ്ദേശവും ഏതാണ്ട് ഒന്ന് തന്നെയാണെന്ന് നമുക്ക് വേണേൽ മനസ്സിലാക്കാം. ഓക്കെ, അത്താഴത്തിൽ പ്രധാന സ്ഥലം, പള്ളിയിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്ദനം, മനുഷ്യർ റബി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റവറൻ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത്. എന്തൊരു സന്തോഷമെന്നറിയോ ഇങ്ങനെ കേൾക്കുമ്പം. വിലയേറിയ ദാസൻ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പം. റബ്ബി എന്നൊന്നും വിളിക്കണ്ട, ഇന്ന് വിലയേറിയ ദാസൻ, ശ്രേഷ്ഠദാസൻ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ, അങ്ങനെയുള്ള അനേകം സല്യൂട്ടേഷൻസ്, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ പരീക്ഷന്മാരുടെ വേറൊരു പ്രത്യേകതയാണ്. അവർക്ക് മനുഷ്യർ പുകഴ്ത്തി പറയുന്നതും മനുഷ്യരെ ബഹുമാന്യപൂർവ്വം അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ കർത്താവിൻ്റെ നിന്ന ഇഷ്ടപ്പെടുന്നവരല്ല. ആരും തള്ളിക്കളഞ്ഞാൽ അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ പരീക്ഷന്മാരായിട്ട് കാണുന്നത്. അടുത്ത വാക്യത്തിൽ ഈ റബി എന്ന് വിളിക്കുന്നത് ഇവർ പ്രിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. റബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യനാണ്, അതായത് പഠിപ്പിക്കുന്ന ആചാര്യസ്ഥാനത്തുള്ള ആൾ.
ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു ആചാര്യനായിട്ടല്ല, ഒരു വ്യാഖ്യാതാവായിട്ടാണ്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ ഞാനത് വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ. അതിനെ വ്യാഖ്യാതാവ്, അതായത് ഇൻ്റർപ്രറ്റർ. ശരിക്കും അപ്പോസ്തലന്മാർ തന്നിട്ടുള്ള വചനത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ ചെയ്യുന്നത്. ഞാനൊന്നും പുതുതായിട്ട് പഠിപ്പിക്കുന്നില്ല. ക്രിസ്തുവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയാണ് നമ്മളെപ്പോഴും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നീതിയും വിശുദ്ധിയല്ല. അത് പുതിയതായൊരു കാര്യം പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇന്ന് പുതുത് പഠിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ തത്വചിന്തകൾ വെച്ച് പഠിപ്പിക്കുന്നു, അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പുതിയതാണ്, ഇന്ന് ക്രിസ്തുവിൻ്റേതല്ല. അപ്പോൾ പുതുതായി പഠിപ്പിക്കുന്നവരുടെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ അവർ നിങ്ങൾക്ക് ഗുരുവായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, എന്നാൽ ക്രിസ്തുവിൻ്റേത് മാത്രം അഴിച്ച് പഠിപ്പിക്കുന്ന ഒരാൾ ഒരിക്കലും ഗുരുവാകുന്നില്ല. അവൻ അവൻ്റെ ഗുരുവിൻ്റെ വ്യാഖ്യാതാവായ ശിഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന റബി എന്ന് പേര് വിളിക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര സന്തോഷമാണ്. അടുത്തത്, ഈ റബി എന്ന പേര്, ഗുരു എന്ന പേര് ആളുകൾക്ക് ലഭിക്കുമ്പോൾ അവരതിൽ വളരെയധികം ആനന്ദിക്കുന്നു. ഓരോ സല്യൂട്ടേഷനും വർദ്ധിച്ചു വരുന്നതനുസരിച്ച് അവരുടെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത വാക്യം പറയും, നിങ്ങൾ റബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ ഗുരു, നിങ്ങളെല്ലാവരും സഹോദരന്മാർ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ടീച്ചർ എന്ന് വിളിക്കരുതെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മളിത് ആക്ഷരികമായിട്ടല്ല. റബി എന്ന ഒരു പൊസിഷൻ ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതാണ്, ദർ ഷാൽ നോട്ട് ബി എ പൊസിഷൻ കോൾഡ് റബി ഓർ ടീച്ചർ. കാരണം യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ഗുരു. പല ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ഇങ്ങേരുടെ ഡിസൈപ്പിളാണ്, ഞാൻ അയാളുടെ ഡിസൈപ്പിളാണ്. അയാൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ പോകുള്ളൂ. അതായത് വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട അയാൾ പോകുന്ന സ്ഥലത്തല്ല. ഇപ്പോൾ ജീവിക്കുന്ന അയാളുടെ ജീവിതം ജീവിച്ച് അവസാനിച്ചാൽ ക്രിസ്തു ഇല്ല എങ്കിൽ അയാൾ എവിടെ പോകുമായിരുന്നോ ആ സ്ഥലത്തേക്ക് നിങ്ങളും പോകുള്ളൂ. കാരണം ആ ആളാണ് നിങ്ങളുടെ ഗുരു. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളാരും ഗുരു എന്ന് പേരെടുക്കരുത്. നമ്മൾ ഗുരു, ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റിയലി ടീച്ചർ. അതൊരു ഉപദേഷ്ടാവ് എന്ന് പറയുന്നയാൾ വ്യാഖ്യാതാവാണ്. കർത്താവ് നമുക്ക് തരുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. പുതിയൊരു പഠിപ്പിക്കൽ നടത്താൻ എനിക്ക് അധികാരമില്ല. നിങ്ങൾ ഏവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ തന്നെ. അപ്പോൾ പിതാവ് എന്നുള്ളൊരു സ്റ്റാറ്റസ്, ഒരു പൊസിഷൻ ആർക്കുമില്ല. ഒരു സഭയിൽ ഒരു പിതാവ് എന്ന് പറയുന്നൊരു പൊസിഷനില്ല, ഗുരു എന്ന് പറയുന്നൊരു പൊസിഷനില്ല. അതുകൊണ്ട് തന്നെ ഗുരു ഇല്ലാത്തതുകൊണ്ട് തന്നെ ശിഷ്യന്മാരും ഇല്ല, പിതാവ് എന്ന പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കളുമില്ല. എന്നാൽ പിതാവ് എന്ന റിലേഷൻഷിപ്പ് ഇല്ല എന്നല്ല, പൊസിഷനില്ല. ഓക്കെ, പിതാവിൻ്റെ സ്ഥാനത്ത് നമുക്ക് പലരും ഉണ്ടാകാം, പക്ഷേ അങ്ങനൊരു പൊസിഷൻ സഭയിലില്ല. ഈ ഭൂമിയിൽ അങ്ങനൊരു പൊസിഷനില്ല. പിതാവ് മാത്രം, സ്വർഗത്തിലെ പിതാവ് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, നമുക്ക് ബയോളജിക്കൽ പിതാവ് ഉണ്ടാകാം, ആത്മാവിൽ നമ്മളെ നടത്തുന്ന പിതൃസ്ഥാനത്തുള്ള ആൾക്കാർ പൗലോസും തിമോത്തിയോസും ഒക്കെ പോലെ ഉണ്ടാകാം. പക്ഷേ ഒരിക്കലും ഒരു പൊസിഷൻ, പിതാവ് എന്നൊരു പൊസിഷൻ ഭൂമിയിൽ ദൈവം അനുവദിക്കുന്നില്ല. ഒരാൾക്ക് ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം പിതാവ് എന്ന രീതിയിൽ വരാൻ പറ്റത്തില്ല. അത് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരിശുദ്ധ പിതാവ് എന്നൊക്കെ വിളിക്കുന്നത്? ഈ അച്ഛന്മാരെയും അല്ല ബിഷപ്പുമാരെ പിതാവെ എന്ന് അഡ്രസ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയ സഹോദരങ്ങൾ, ഇതൊരു പൊസിഷനായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരു പൊസിഷനായിട്ട് പിതാവ് എന്നുള്ളൊരു പേര് ആരും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്കുണ്ട്, ഇവിടെ പിതാവില്ല എന്നല്ല അർത്ഥം. പക്ഷേ റിലേഷൻഷിപ്സിൽ മാത്രമേ ഉള്ളൂ, പൊസിഷനിലില്ല. പൊസിഷനിൽ പിതാവായി, സകലർക്കും പിതാവായി ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ ദൈവമാണ്. അവൻ മാത്രമാണ് ഒരു സഭയുടെ പൊതുവെയുള്ള ഘടന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പിതാവിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വി ഓൾ ബിലോങ് ടു ദാറ്റ് വൺ ഫാദർ ഇൻ ഹെവൻ. അതുപോലെ തന്നെ ഗുരു എന്ന് പറയുന്നതും കർത്താവ് മാത്രമാണ്. പിതാവിനെ വെളിപ്പെടുത്തിയ ആളാണ് കർത്താവ്. പിതാവിനെ വെളിപ്പെടുത്തുന്നതാണ് ശരിക്കുമുള്ള ജ്ഞാനം. ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചവനെ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. ആ അറിവ് നമുക്ക് തരാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിന്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിന് മാത്രമേ, ആ ത്രിയേക ദൈവത്തിന് മാത്രമേ നമ്മെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മെ മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് കർത്താവാണ്. നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ഹീ ഈസ് ദ ഓൺലി ടീച്ചർ. അപ്പോൾ അപ്പോസ്തലന്മാർ എന്താ ചെയ്തത്? അപ്പോസ്തലന്മാർ ഉപദേഷ്ടാവ് എന്നുള്ള കൃപാവരം ഉപയോഗിച്ച് യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ തന്നെ വ്യാഖ്യാനിച്ച് തരികയായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഞാനാണ് ഇവിടുത്തെ ഗുരു എന്ന് പറഞ്ഞ് അയാൾ പറയുന്നതെല്ലാം കേൾക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. നിങ്ങളത് വചനവുമായി ശോധന ചെയ്യണം. യഥാർത്ഥത്തിൽ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാരെന്നും പേരെടുക്കരുത്. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ ആത്മീക നേതാക്കന്മാർ വന്നിട്ടുണ്ട് അല്ലേ? ഈ ആത്മീക നേതാക്കന്മാർ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. എന്താണ് ലീഡർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ലീഡർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആരാണോ ലീഡ് ചെയ്യുന്നത്, ആരാണോ നമ്മളെ കൊണ്ടുപോകുന്നത്,
മുമ്പോട്ട് നയിക്കുന്നത് അയാളാണ് ലീഡർ. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ ചർച്ച തുടങ്ങി കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ ഞങ്ങളോട് വന്ന് ചോദിച്ചു, ആരാണ് ഈ പാസ്റ്റർ, ഇവിടുത്തെ പാസ്റ്റർ? ഇപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേക ഒരു പാസ്റ്ററൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അല്ല ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾക്കൊരു പാസ്റ്ററൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം അല്ല ഉള്ളത്. ഞങ്ങൾ മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്നൊരു സംഘമാണ്. മൂപ്പന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സാധാരണ സഭകളിൽ സെക്രട്ടറി അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയല്ല. കൃപാവരങ്ങളുള്ള സഹോദരന്മാർ, ശുശ്രൂഷാവരങ്ങളുള്ള സഹോദരന്മാർ ഒന്നു ചേർന്നാണ് ഒരു സഭ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പാസ്റ്ററൽ സിസ്റ്റമല്ല, ഒരാൾ നയിക്കുന്ന സിസ്റ്റമല്ല. ഇപ്പോൾ കൃപാവരങ്ങൾ പലതുള്ളതുകൊണ്ട് പല കൃപാവരങ്ങൾ ചേർന്ന് ഒന്നിച്ച് കൂടിയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അപ്പോൾ അദ്ദേഹം എടുത്തു ചോദിച്ചു, ആരാണ് ലീഡർ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ആരാണോ ഞങ്ങളിൽ നമ്മളെല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്, ആരാണോ ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്നതായിട്ട് കാണപ്പെടുന്നത്, അയാളായിരിക്കും ഞങ്ങളെ കർത്താവിൻ്റെ അടുത്ത് നയിച്ചു കൊണ്ടുപോകുന്നത്. അതല്ലാതെ ലീഡർ എന്നുള്ള പൊസിഷൻ ആർക്കുമില്ല. ലീഡിംഗ് ഉണ്ട്, പക്ഷേ ലീഡർ എന്ന പൊസിഷൻ ആർക്കും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം ക്രിസ്തു ഒരുവനാണ് നമുക്ക് വഴി കാണിച്ചു തന്നത്. ഹീ ഈസ് ദ വേ. അതല്ലാതെ വേറെ നായകന്മാരില്ല. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തനെത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആരൊക്കെയുണ്ട്, ആരാണ് നമ്മുടെ പിതാവ്? ലൈഫിൽ നമ്മുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ ദൈവമാണ്. ആരാണ് നമ്മുടെ ഗുരു? ഭൂമിയിലേക്ക് വന്ന് നമുക്ക് പകരം ജീവിച്ച് മരിച്ച ദൈവമായ ക്രിസ്തുവാണ് പിതാവിനെ വെളിപ്പെടുത്തിയ പുത്രൻ. അവനാണ് നമ്മുടെ ഗുരു. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതും പിതാവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതുമെല്ലാം ഈ പുത്രനാണ്. ആ പുത്രനാണ് നമ്മുടെ ഗുരു. പിന്നെ അടുത്ത നായകനാണ്. ആരാണ് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത്? ആടുകളെ ഇടയൻ കൊണ്ടുപോകുന്ന പോലെ കർത്താവ് നമ്മളെ നയിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. അപ്പം നായകനും ക്രിസ്തു തന്നെയാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നീതിമാനാകണം അല്ലെങ്കിൽ ലീഡറാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് പൗലോസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അധ്യക്ഷനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിങ്കലേക്ക് നയിക്കുന്നവനായിരിക്കണം. അതായത് ആ ലീഡറുടെ അടുത്ത് നമ്മൾ എത്തിക്കുന്ന ആളായിരിക്കണം. ആ ഇടുക്കു വഴിയിൽ നിങ്ങളെ കയറ്റിവിടുന്ന ആളായിരിക്കണം. അതല്ലാതെയുള്ള ആളുകൾക്ക് യാതൊരു തരത്തിലും സഭയുടെ മേൽ അധികാരം കൊടുക്കാൻ പാടില്ല. അതായത് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരാത്ത ഒരാളും നമ്മുടെ ലീഡറല്ല. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റർ ആരാന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, ഞങ്ങളെ നോക്ക്, ഞങ്ങൾ കുറച്ച് എൽഡേഴ്സുണ്ട്. ഞങ്ങളിൽ ആരാണോ യേശു ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്ന് നടക്കുന്നത് അയാളുടെ പിന്നാലെ ആയിരിക്കും, അയാൾ നടന്നതിനോട് കൂടി ചേർന്ന് നടക്കാനായിരിക്കും ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ആരാണോ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ലൈഫും ഒരു മിനിസ്ട്രിയും വെളിയിൽ വരുത്തുന്നത് ആ ആളാണ് ഞങ്ങളുടെ ലീഡർ. അതാരെന്നറിയില്ല, ദൈവം അത് വെളിപ്പെടുത്തിക്കോളും. കാരണം നമുക്കറിയാം, ഏത് ദേശത്തും കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ കർത്താവിനറിയാം, അവരെ ഉപയോഗിക്കുവാനും ദൈവത്തിനറിയാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നേരവും കണ്ടുകൊണ്ടിരുന്നത് ഈ സകല മഹത്വവും ദൈവത്തിന് കരയേറ്റുന്ന ആ ഒരു അത്ഭുതകരമായ രക്ഷാപദ്ധതിയെക്കുറിച്ചാണ്. അവിടെ പറയുന്നത്, നമ്മളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവർക്കും ദാസനായിരിക്കണം. ആരാണോ ഒരു സഭയുടെ, അപ്പം ഞാനത് അവരോട് ആരാ ലീഡർ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ആരാണോ പാവിയിരിക്കുന്നത്, ആരാണ് ആഹാരം വിളമ്പി കൊടുക്കുന്നത്, ആരാണോ ശുശ്രൂഷയിൽ ഏറ്റവും മുമ്പ് ചാടി ഇറങ്ങുന്നത്, ആരാണോ പരാതികളില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത്, ആരാണോ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്, സ്നേഹിക്കുന്നത്, അവനാണ് ഞങ്ങളെ കർത്താവിലേക്ക് നയിക്കുന്നയാൾ, യഥാർത്ഥ ലീഡറിലേക്ക് നയിക്കുന്ന, ഞങ്ങളുടെ മുമ്പേ നടക്കുന്നയാൾ. അതാരായിരിക്കും എന്നിപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഓരോ സഭയിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമുക്ക് കടമയുണ്ട്. കൃപാവരങ്ങളിലൂടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത്ഭുതകരമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല, യേശു ആരാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ഓരോ മനുഷ്യരിലും അത് വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഘടനയനുസരിച്ച് അരക്കെട്ടി നിലത്തിരുന്ന് ശുശ്രൂഷിക്കുന്നവൻ മാത്രമായിരിക്കും വലിയവൻ. അവനാണ് വലിയവൻ. അടുക്കളയിൽ കുക്ക് ചെയ്ത് കൊണ്ട് തരുന്നയാൾ ആയിരിക്കും വലിയവൻ. കാരണം ദൈവരാജ്യത്തിൽ വലിയവൻ എന്ന് പറയുന്നത് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് പൊസിഷനാൽ നടത്തപ്പെടുന്നതല്ല, കൃപാവരങ്ങളെ നടത്തപ്പെടുന്നതാണ്. പല ആൾക്കാരും പറയുന്നത്, ഞാൻ ഈ സഭയുടെ പ്രസിഡൻ്റാണ്, ഞാൻ പറഞ്ഞാൽ കേട്ടേ പറ്റുള്ളൂ, ഞാൻ ഈ സഭയുടെ സൂപ്രണ്ടാണ്, പറഞ്ഞാൽ കേട്ടേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് പൊസിഷൻ ഈസ് ദ റൂളർ, ലീഡർ. ആ പൊസിഷൻ്റെ പിന്നാലെയാണ്, ആ പൊസിഷനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലൈഫാണ്. അതൊരു പൊസിഷൻ ബേസ്ഡ് അല്ല, അത് ജീവിതം ബേസ്ഡാണ്. ക്രിസ്തുവാണ് ലീഡർ. ആ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ നടക്കുന്ന നടപ്പ് നിങ്ങൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ നടപ്പായിട്ട് വെളിപ്പെട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വികലമായ മതം, അതായത് മനുഷ്യരെ ഹൈലൈറ്റ് ചെയ്യുന്ന മതം,
ഈ മതമാണ് ഈ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കർത്താവ് ടാർഗറ്റ് ചെയ്യുന്നത്. മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യ സെൻട്രിക്കായ. ഒരു ദിവസം ഒരു പാസ്റ്ററിനോട് പറഞ്ഞാണ്, എൻ്റെ സഭയിൽ പാസ്റ്ററാകാൻ വേണ്ടി അയാൾ നടക്കുകയാണ്. എൻ്റെ സഭയിൽ അയാൾ എങ്ങനെയാണ് എൻ്റെ സഭയുടെ പാസ്റ്ററാകുന്നത്? എൻ്റെ ഭാര്യയുടെ ഭർത്താവായിട്ട് വേറൊരാൾ വരുമോ? അയാൾ എന്നോട് ചോദിച്ചതാണ്. ഞാൻ തലയിൽ കൈവച്ചു പോയി. കാരണം അയാൾ സ്വന്തം ഭാര്യയുടെ മേൽ എന്ത് അവകാശമുണ്ടോ അതുപോലെ അയാൾ വിചാരിക്കുന്നു അയാൾ സ്ഥാപിച്ച സഭയിലും അയാൾക്ക് അധികാരമുണ്ടെന്ന്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സഭ സ്ഥാപിച്ച ആളെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിനെ നിങ്ങൾ മറന്നു എന്നാണ് അർത്ഥം. ഓരോ ദേശത്തും സഭ പണിയുന്ന കർത്താവാണ്. നമ്മൾ വെറും ഇൻസ്ട്രുമെൻസാണ്. അതിലൊരു ഉപയോഗവും അതിലൊരു അവകാശവും ഇല്ലാത്ത ഇൻസ്ട്രുമെൻസാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ പൗരോഹിത്യ പരീശത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് അവൻ അടുത്തോട്ട് ചെന്നിട്ട് പറയാം, കർത്താവ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ല, അങ്ങയുടെ കൃപയാൽ ജീവിക്കുന്നവർ മാത്രമാണ്, ഞങ്ങൾ ഒരു മേന്മയുമുള്ളവരല്ല എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കൺഫസ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങല്ലാതെ ആരും മഹത്വം എടുക്കരുത്, അങ്ങല്ലാതെ ആരും വാഴരുത് കർത്താവേ. അവിടുത്തെ അങ്ങ് തലയായി ഞങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ കഴിയുന്ന കർത്താവാണ് കർത്താവെ. തലയായ അങ്ങേ ഞങ്ങൾ നമസ്കരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.